അതായത് എനിക്ക് കുറച്ച് ഫ്ലെയർ ആയിട്ട് വേണം, അതേപോലെ തന്നെ ബ്ലൗസ് പ്രിൻസസ് കട്ട് വേണം, ദെൻ ബോർഡർ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് ഒരുപാട് വർക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല, സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ, ബട്ട് കുറച്ച് അഡീഷണൽ ആയിട്ട് എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് എനിക്കൊരു സ്റ്റിച്ചിങ് അവിടെ ചെയ്ത് തന്നു. എൻ്റെ സ്റ്റിച്ചിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 700 അല്ലെങ്കിൽ 800 രൂപ, 800 ഫിക്സ് ചെയ്തോ, 800 രൂപയിലാണ് ഞാൻ ഇത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ചെയ്തെടുത്തത്. പിന്നെ അതിനുശേഷം വർക്ക് ചെയ്യണം, അതാണ് ഒരു വലിയ ടാസ്ക്. ഇതിനെക്കുറിച്ച് ഒരു ABCD എനിക്കറിയില്ല. ഞാൻ എംബ്രോയിഡറി ചെയ്യുന്ന ഒരാളാണ്, ബട്ട് എന്നിരുന്നാലും ഇതുപോലെ എന്താ പറയുക, ഐ വർക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ ഇതുവരെ ഈ ഒരു വർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയയും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് മുതൽ പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞ ടാസ്ക് ആണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ സ്റ്റക്ക് നിൽക്കുന്ന സമയത്താണ് ഞാൻ ബ്ലൗസിന്റെ ബോർഡർ ശ്രദ്ധിക്കുന്നത്. അതായത് നമ്മുടെ സാരിയുടെ ബോർഡർ ആയിരുന്നു ഞാൻ ബ്ലൗസിനുണ്ടായിരുന്ന ബോർഡർ. അപ്പോൾ ഈ ബോർഡറിലും ഡിസൈൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എക്സ്ട്രാ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഈ ബോർഡറിൽ തന്നെ എന്തുണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തൊട്ടടുത്തുള്ള ഈ നമ്മുടെ ടൈലറിംഗിന്റെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ പർച്ചേസ് ചെയ്തു. അത് എനിക്ക് തുന്നി പിടിപ്പിക്കാന്ന് പറഞ്ഞ ടാസ്ക്കാണ്. അതെനിക്ക് പഠിച്ച് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ നമുക്ക് അത് ഗം ചെയ്യാം എന്ന രീതിയിൽ. ഇത് ഗം ചെയ്യാനായിട്ട് ഏതൊക്കെ ടൈപ്പുള്ള സ്റ്റോൺസ് വേണോ അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം അതെല്ലാം ഞാൻ പോയി കളക്ട് ചെയ്തു. അപ്പം എനിക്ക് ഇത് എത്രത്തോളം വേണം, എന്തോരം വേണം, എങ്ങനത്തെ വേണം എന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ആദ്യമായിട്ട് ഞാൻ പരീക്ഷ നടത്താൻ പോകുന്ന ഒരാളാണ്. സോ എന്റെ ഒരു ഐഡിയയിൽ തോന്നിയ രീതിയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ കുറച്ചായിട്ട് വാങ്ങിയത്. കറക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല ഈ സ്റ്റോൺസിന്റെ ഒന്നും. എന്നാലും ഒരു ഏകദേശം ഒരു 1000 രൂപയുടെ പുറത്ത് എന്തായാലും പോയിട്ടില്ല. കാരണം ഞാൻ അത്രയും ഭയങ്കര ഹെവി ആയിട്ടില്ല, എന്നാൽ അത്യാവശ്യം ഹെവി ആണെന്നാണ്. ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഞാൻ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ എന്തായാലും എനിക്ക് ഒരു മെറ്റീരിയൽ കോസ്റ്റ് ഒരു 1000 കൂട്ടാവുന്നതാണ്. ദെൻ അതിനുശേഷം ഇത് ഗം ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ബ്ലൗസിലുള്ള ഡിസൈൻസ് തന്നെയാണ് ഞാൻ പല ടൈപ്പിലുള്ള ഈ എന്താ പറയുക കുന്തൻ സ്റ്റോൺസ്, അതുപോലെ തന്നെ കട്ട് ബീഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഗം ചെയ്തിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ഗം ചെയ്ത് വെച്ചു, അത് വേഗം മടർന്നു പോകുമല്ലോ എന്ന് ആരും വറീഡാവുണ്ട്. കാരണം ഞാൻ ആ ബ്ലൗസ് കഴിഞ്ഞ മെയിൽ ചെയ്തതാണ്. ഇപ്പോഴും ഞാനത് സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഒരു 3-4 പ്രോഗ്രാംസ് നമ്മുടെ ഓണം, അതിനുശേഷം വന്ന ഓണം പരിപാടിക്ക്, അതുപോലെ തന്നെ ഇവിടെ അമ്പലത്തിൽ ഉത്സവങ്ങൾക്കൊക്കെ ഞാൻ ബ്ലൗസ് വെയർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അത് 1-2 സ്റ്റോണിൽ പോയില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും വൃത്തികേടാവുന്ന രീതിയിൽ ആ സ്റ്റോൺസിനോ കാര്യങ്ങൾക്കോ വർക്കിനോ ഒന്നിനും ഒരു ഡാമേജും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് എൻ്റെ ആ ഒരു ബ്ലൗസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത് ആക്ച്വലി അവസാനം ചെയ്ത് വന്നപ്പോൾ അത്രയും എന്താ പറയുക ഭംഗിയായിട്ട് ചെയ്ത് കിട്ടി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അത് കണ്ടവർ പോലും എന്നോട് ചോദിച്ചത് എവിടെ നിന്നാണ് ചെയ്തത് അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ആയിട്ട് എന്നെ കുറിച്ച് പറയാമല്ലോ. ആക്ച്വലി അത് കണ്ട് നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. കാരണം നമ്മൾ അത്യാവശ്യം സ്റ്റോൺസ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു റിച്ച് ലുക്കായിരുന്നു എനിക്ക് ബ്ലൗസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിലും ദുപ്പട്ടയിൽ ഞാൻ ഹെവി ആയിട്ട് വേറെ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ബോർഡറിൽ ഞാൻ ലേസ് ആയിരുന്നു അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വന്നിട്ട് നമ്മുടെ ദുപ്പട്ട വന്നിട്ട് ഒരു റെക്ടാങ്കിൾ സൈസ് ആണല്ലോ. പക്ഷേ ഞാൻ 2 സൈഡിൽ മാത്രമാണ് ഈ ലേസ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. അതായത് അത് കാണുന്ന ഭാഗത്ത് നമ്മളിപ്പം ഈ ഫ്രണ്ട് പ്ലീറ്റ് ഉണ്ടാവുമല്ലോ, ഫ്രണ്ട് പ്ലീറ്റിന്റെ ബോർഡറിലും അതുപോലെ തന്നെ താഴത്തെ റൈറ്റ് സൈഡിൽ താഴെ മാത്രമായിരുന്നു ഈ ലേസ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുന്താണിയുടെ പോർഷനിലും അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ കാണുന്നില്ലല്ലോ ആരും. സോ അതുകൊണ്ട് ഞാൻ അവിടെ ബോർഡർ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ 2 സൈഡിൽ മാത്രമായിരുന്നു ബോർഡർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് എൻ്റെ എന്താ പറയുക ഡ്രസ്സിങ്ങിന്റെ ഒരു ഓവറോൾ വരുന്നത്. പിന്നെ പറയാനുള്ളത് അണ്ടർസ്കേർട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. മീഷോന്ന് ഒരു 180 രൂപയുടെ അടുത്താണ് എനിക്ക് അണ്ടർസ്കേർട്ടിന് കോസ്റ്റ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഫ്ലെയർ ആയിട്ട് എനിക്ക് കിടക്കണം അണ്ടർസ്കേർട്ട്. സോ അതുകൊണ്ട് ഞാൻ നെറ്റിന്റെ അണ്ടർസ്കേർട്ടാണ് പർച്ചേസ് ചെയ്തത്. ഒരു 180 രൂപയുടെ അകത്താണ് എനിക്ക് അണ്ടർസ്കേർട്ടിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ എന്താ പറയുക എൻഗേജ്മെന്റിന്റെ ഒരു ഓവറോൾ കോസ്റ്റ് വരുന്നത്. ഡ്രസ്സിങ്ങിന്റെ കോസ്റ്റ് ഇതാണ്. ഒരു 5000 ബിലോ എനിക്ക് എൻഗേജ്മെന്റ് കോസ്റ്റ്യൂമോ കാര്യങ്ങൾ സ്വന്തം ചെയ്തെടുക്കാനായിട്ട് പറ്റും.